ഓൾ പ്രൈവറ്റ് പ്ലംബിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പ്ലംബിംഗ് എക്സ്പോ മെയ് 10 മുതൽ 12 വരെ ട്രേഡ് സെന്ററിൽ നടക്കും. പ്ലംബിംഗ് മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുകയാണ് എക്സ്പോയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. നിർമ്മാണ മേഖലയിലെ അസംഘടിതരായിരുന്ന പ്ലംബിംഗ് കോൺട്രാക്ടർമാരെ ചേർത്ത് നിർത്തി 2015 രൂപീകരിച്ച ഒരു സംഘടനയാണ്. എറണാകുളത്താണ് ഇതിന്റെ ഓഫീസ്. നിലവിൽ 10ഓളം ജില്ലകളിൽ ഇതിന്റെ ജില്ലാ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട്. 1000ഓളം മെമ്പർമാർ ആക്കോയ്ക്ക് നിലവിലുണ്ട്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഏതാണ്ട് 100ഓളം മെമ്പർമാർ നിലവിലുണ്ട്. B2B, B2C ബിസിനസ് സ്റ്റാളുകൾ, ബിസിനസ് സെമിനാറുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ട്രെയിനിംഗ്, പ്രൊജക്ട് പ്രസന്റേഷനുകൾ, ബിസിനസ് എക്സലൻസ് അവാർഡുകൾ, ബിസിനസ് നെറ്റ്വർക്കിംഗ്, പ്രോഡക്റ്റ് ലോഞ്ചിംഗ്, ഇൻവെസ്റ്റർ മീറ്റപ്പ്, പ്രോഗ്രാമുകൾ, മ്യൂസിക് പരിപാടികൾ എന്നിവ എക്സ്പോയുടെ ഭാഗമായി സംഘടിപ്പിക്കും. മെയ് 10 മുതൽ 12 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് പ്ലംബിംഗ് എക്സ്പോ നടക്കുക. പ്ലംബിംഗ് മേഖലയിൽ കൂടുതൽ അറിവ് നേടുന്നതിനും പുതിയ സംരംഭം ആരംഭിക്കുന്നതിനും പ്ലംബിംഗ് എക്സ്പോ 2025 പ്രയോജനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്ലംബിംഗ് മേഖലയിലെ പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ ഇന്നോവേഷൻസ് ജനങ്ങളിലേക്ക്, ടെക്നിക്കൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഏതൊരു സംഘടനയും പോലെ തന്നെ ആക്വയുടെയും ലക്ഷ്യവും. വാർത്താ സമ്മേളനത്തിൽ N. സൂരജ്, KP വിനോദ് കുമാർ, K. ഷിനോജ്, P. ബൈജുരാജ്, I. രമേഷ് കുമാർ, CV ശ്രീജിത്ത് എന്നിവർ സംബന്ധിച്ചു. ഈ വരുന്ന മെയ് 10, 11, 12 തീയതികളിൽ ആക്വയുടെ നേതൃത്വത്തിൽ ഒരു എക്സ്പോ സംഘടിപ്പിക്കുക ഉദ്ദേശിക്കുന്നുണ്ട്. കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് എക്സ്പോ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.